പരുന്ത് എങ്ങനെയാണ് വട്ടമിട്ട് പറന്ന് നടന്ന് പാവപ്പെട്ട ഒരു കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകാൻ പോകുന്നത്, അതുപോലെ ഈ പരിശുദ്ധ സഭയുടെ മേൽ പരദേശികൾ വട്ടമിട്ട് ഇതിനെ റാഞ്ചിക്കൊണ്ടുപോകാനായിട്ട് തോന്നുന്നു. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ കാലഘട്ടത്തിൽ തിരുമേനിയുടെ അംഗരക്ഷകനായ ആനപ്പാപ്പിയെ മറുപക്ഷത്തുള്ളവർ വെട്ടിക്കൊല്ലിച്ചു. അതിനുശേഷം പരിശുദ്ധ തിരുമേനിയെ വകവരുത്താനായി തിരുമേനിയുടെ മുറിയിലേക്ക് ഏണി വെച്ച് കയറിയെങ്കിലും അയാൾക്കതിൽ എത്താൻ പറ്റിയില്ല, അയാൾ മറിഞ്ഞു വീണു. ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഏറെ കഷ്ടപ്പെട്ടിട്ടുള്ള വേദനപ്പെട്ടിട്ടുള്ള ഒരു പരിശുദ്ധ സഭയാണിത്. ടിൻസൺ വർഗീസിന്റെ പിതാവ് മലങ്കര വർഗീസിനെ അവർ കൊന്നു. ഞാൻ കൊച്ചി മെത്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയായിരുന്ന കാലത്താണ് അത് സംഭവിക്കുന്നത്. അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ സൂലോക്കോ പള്ളി അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തെ കഷ്ണങ്ങളാക്കി അവിടെ ഇട്ടിരിക്കുന്നത് ആ മോർച്ചറിയിൽ പോയി ദുഃഖത്തോടെ കണ്ടയാളാണ് ഞാൻ. അന്നൊന്നും ആരും സമാധാനം പറഞ്ഞില്ല. ഈ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ എത്ര പേരുണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എല്ലാവരും സമാധാനം 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 എന്ന് പറയുന്നു. അതിനുശേഷം ആ ഇടവയിലെ തന്നെ കുറിയാക്കോസ് എന്ന് പറഞ്ഞ ആളിനെ കൊന്നു. അതിനുശേഷം വേറൊരു ഓനാൻ കുഞ്ഞിനെ കൊന്നു. ഇങ്ങനെ പഴയ ഭാഷയാൽ പറഞ്ഞാൽ കൊല്ലിക്കല്ലടോ നിൻ പണി എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്